എസ് സി നടത്തിയ പരീക്ഷയുടെ മാത്സിൻ്റെ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. 66/26 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ബുക്ക്ലെറ്റ് കോഡ് A ആണ്. അപ്പോൾ ഇതേതാ പരീക്ഷ എന്ന് വെച്ചാൽ 1/8/2026 നടത്തിയ ഒരു പ്രിലിംസ് ആണ്. അതായത് 10th പ്രീ സ്റ്റേജ് 1 ആണ്. അപ്പോൾ ഇവിടെ മാത്സിൻ്റെ ഭാഗത്ത് 20 ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ. ആ 20 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്യുന്നുണ്ട് 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണെന്ന് ചോദിച്ചിരുന്നു. ആൻസർ കിട്ടാനൊന്നും ചെയ്യേണ്ട. ഈ 3 സംഖ്യകളുടെ 8, 12, 16 LCM എടുത്തിട്ട് ആ കിട്ടുന്ന LCMൻ്റെ കൂടെ എന്താണ് 3 അങ്ങ് കൂട്ടിയാൽ മതി. ഏതൊക്കെയാണ് 3 സംഖ്യ? 8, 12, 16. 8, 12, 16. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കാൻ നേരം എങ്ങനെ? 8ൻ്റെയും 12ൻ്റെയും LCM എന്താണ്? 24 വരും. 24ൻ്റെയും 16ൻ്റെയും കൂടെ LCM എടുക്കുമ്പോൾ എത്ര വരും? 48 വരും. ആ 48ൻ്റെ കൂടെ 3 കൂട്ടുമ്പം ആൻസർ എത്ര വരുന്നത്? 51 വരും. ഓപ്ഷൻ B ആണ് കറക്റ്റ്. ഇനി ഇവരുടെ LCM എങ്ങനെയാണ് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്? അത് 8ന് എന്താണ്? 4 × 2 എന്ന് എഴുതുക. 12ന് എന്താണ്? 4 × 3 എന്ന് എഴുതുക. 16 എന്താണ്? 8 × 2 എന്ന് എഴുതിയാലും മതിയാവും. കാരണം 8 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. അതാണ് 4 × 2 8 ആണ് ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത്. അതിനെ ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഈ 8ഉം 16ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്താണ് ഇവിടെ കുറവ് വരുന്നത്? 8ൻ്റെ ഭാഗത്ത് കുറവ് വരുന്നത് × 2 ആണ് കുറവ് വരുന്നത്. അപ്പം അവിടെ × 2 ഇട്ട് കൊടുക്കുക. ഇവിടെ 4 × 2 × 2 4 × 3യും കൂടെ കമ്പയർ ചെയ്യുമ്പം മുകളിൽ, അതായത് 4 × 2 × 2ൻ്റെ സ്ഥലത്ത് എന്താ ഒരു കുറവ്? × 3 ആണ് കുറവ്. അപ്പം ആ 3 മൾട്ടിപ്ലൈ ചെയ്ത് വിട്ടോളുക. അപ്പം ഇതാണ് അതിൻ്റെ LCM വരുന്നത്. അപ്പം 4 × 2 8, 8 × 2 16, 16 × 3 എന്ന് പറയുന്നത് എത്ര? 48 ആണ് LCM വരുന്നത്. അപ്പം 48 അങ്ങനെ തന്നെ എഴുതിയാൽ, അപ്പോൾ ഓപ്ഷനെ 48 അങ്ങനെ തന്നെ എഴുതിയാൽ എന്താണ്? ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ശിഷ്ടം 0 വരത്തില്ല. 0 വരണമെങ്കിൽ എന്താണ്? +3 ആഡ് ചെയ്യണം. 51നെ ഈ നമ്പർ വെച്ചൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 3 വരും. സമയമുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 82ാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ച് മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 2 and 1/2 + 3 and 1/4 - 4 and 1/5 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എല്ലാം എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആക്കിക്കോളാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെ? 2 × 2 4 + 5 എന്താണ്? 2 തന്നെ. അപ്പം ഫസ്റ്റ് എന്താണ്? 5/2 വരും. പ്ലസ് ഇനി 3 × 4 ചെയ്യുമ്പോൾ 12 12 ഈ 1 എടുക്കുമ്പോൾ 13 വരും. 13 ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനമല്ല. 13/4 - 4 and 1/5 എങ്ങനെ? 4 5 20 + 1 21 അടി കിടക്കുന്ന ഡിനോമിനേറ്റർ തന്നെ 5. അപ്പം ഇതിൻ്റെ രണ്ടിനെയും കൂടെ ആദ്യം LCM എടുക്കുമ്പോൾ എത്രയാണ്? ഇത് ഡിനോമിനേറ്റർ × 2 ചെയ്യണം 4 ആവാൻ. അതായത് തന്നെ മുകളിലും ചെയ്യണം. താഴെ എന്ത് ചെയ്യുന്നു അത് തന്നെ മുകളിലും ചെയ്യണം. അപ്പം താഴെ 4 വന്നു, മുകളിൽ 10 വന്നു. 4/10 വന്നു. അല്ല 4/10/4 വന്നു. അപ്പോൾ 10ഉം 13 കൂടെ കൂട്ടുമ്പോൾ 23 വരും. 23/4 വരും. ഇത് മൊത്തം പോയിട്ട് 23/4 വരും. ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഡിനോമിനേറ്റർ എടുത്ത് സെയിം ആക്കിയിട്ട് LCM ആക്കണം. അപ്പം 4ഉം 5ൻ്റെ LCM എന്നാണ്? 20ലേക്ക് ആക്കണം. 20ലേക്ക് ആക്കാൻ 4 × 5 ചെയ്യണം. 5 × 4 ചെയ്യണം. താഴെ 4 × 4 ചെയ്തുകൊണ്ട് മുകളിൽ × 4 തന്നെ ചെയ്യണം. 5 ചെയ്യണം. അപ്പോൾ താഴെ എന്താ? താഴെ 2ഉം 20 ആവും. ഇപ്പോൾ 23/5 ചെയ്യുമ്പോൾ എത്രയാണ്? 730നെ പകുതി എടുത്താൽ മതി. അപ്പം 115 വരും. 15 വരും. ഇനി 21 × 4 ചെയ്യുമ്പോൾ എത്ര? 84 വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയിട്ട് നേരിട്ട് കുറച്ചാൽ മതി. 115 × 84 പോയാൽ എത്രയാണ്? 31/20 വരും. അപ്പം ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതൊരു
ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇനി എങ്ങനെയാണ്, മിക്സഡ് ഫ്രാക്ഷനാണ്. ഓപ്ഷൻ തന്നേക്കുന്നതെല്ലാം നോക്കിയാൽ എല്ലാം മിക്സഡ് ഫ്രാക്ഷനാണ്. പിന്നെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 31 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 31 എത്ര തവണ 20 പോകും, ഒരു തവണ 20 പോകത്തുള്ളൂ. അപ്പം 31 20 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര റിമൈൻഡർ ഉള്ളത്, 11 റിമൈൻഡർ വരും. ഡിവൈഡഡ് ബൈ 20 തന്നെ കിട്ടാൽ മതി. ഇതാണ് ആൻസർ 1 and 11/20. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 83ാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 2√2 + 3√2 - √8 ആണ്. ഇവിടെ √8 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 4 × 2 എന്ന് എഴുതാൻ പറ്റില്ല. ഈ 4 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്, 2 ആവും. അപ്പോൾ 2√2 എന്ന് എനിക്ക് എന്താ പറയുക, √8 എഴുതാൻ പറ്റും. ഞാനത് അങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യുക. അതായത് 2√2 + 3√2 - 2√2 എന്ന് എഴുതുക. ഇവിടെ 2√2 2√2 കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താ ഉള്ളൂ, 3√2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 84ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ 25 കുട്ടികളുടെ ശരാശരി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്, 13 വയസ്സാണ്. അതിനകത്ത് ടീച്ചറുടെ വയസ്സ് കൂടി ചേർക്കുമ്പോൾ 14 വയസ്സാവും. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയെന്ന് ചോദിച്ചേക്കണം. അതായത് 25 കുട്ടികളുടെ വയസ്സെന്ന് പറയുന്നത് 13, അതിനകത്ത് അത് 26 ആവുമ്പോൾ എത്രയാണ്, ശരാശരി 14 ആവും. ഇവിടെ 26 വരാൻ കാരണം എന്താ, 26 വരാൻ കാരണം ഇതിനകത്ത് ഒരാളെയും കൂടെ ആഡ് ചെയ്തു. അതാരാ, ടീച്ചറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആവറേജ് 14 ആയത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഈ നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ളതാണ് എന്ത്, ആദ്യം 13 വന്നു, പിന്നെ 14 വന്നു. അപ്പം ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ടോട്ടൽ സമ്മ് കിട്ടും. ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 25, ആവറേജ് എന്ന് പറഞ്ഞാൽ 13. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്താൽ ആദ്യത്തെ കേസ് സമ്മ് കിട്ടും. ഈ 26 × 14 ചെയ്താൽ രണ്ടാമത്തെ കേസിൽ സമ്മ് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടണമെങ്കിൽ എന്താ, 25 × 13 26 × 14 - 25 × 13 ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് ടീച്ചറിൻ്റെ ഏജ് വരുന്നത്. അത് എത്ര വരുന്നത്, 39 വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്ന പാറ്റേൺ എന്താ, 3, 7, 15, 31 എന്നാണ് തന്നേക്കുന്നത്. അപ്പം 3-ൽ നിന്ന് 7ലേക്ക് വരാൻ എന്താ സംഭവിച്ചത്, 4 കൂടി. അതേസമയം 7ൽ നിന്ന് 15ലേക്ക് പോകാൻ എന്താണ്, 8 കൂടിയത്. ഇനി 15ൽ നിന്ന് 31ലേക്ക് പോകാൻ എന്താ കൂടിയത്, 16 കൂടി. എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് 4, ഇത് 8, ഇത് 16. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സംഖ്യയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 32 വരും. അപ്പം 30, 60, 63 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഇതിനകത്ത് നിന്ന് വേറൊരു പാറ്റേൺ കൂടെ വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ആൻസർ സെയിം തന്നെയാണ്. 3 × 2 ചെയ്യുമ്പോൾ 6 വരും. 6 + 1 എന്ന് പറയുന്നത് 7 വരും. 7 × 2 എന്ന് പറയുന്നത് 14 വരും. 14 + 1 എന്ന് പറയുന്നത് 15 വരും. 15 × 2 എന്ന് പറയുന്നത് 30 വരും. 30 + 1 എന്ന് പറയുന്നത് 31 വരും. 31 × 2 ചെയ്യുമ്പോൾ എത്രയാണ്, 62 വരും. 62 + 1 എന്ന് പറയുന്നത് 63 വരും. അതായത് × 2 + 1 ചെയ്യുമ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ, ബോർഡ് മാസ് വേണം ഉപയോഗിക്കാൻ. ഇപ്പം ബ്രാക്കറ്റ് ഓഫും ഇല്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം എടുത്താൽ മതി. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഓർഡർ വേണം ആദ്യം ചെയ്യാൻ. അപ്പം 8/2 എന്ന് പറയുന്നത് എത്രയാണ്, 4 വരും. 4 × 6 - 20 + 16 വരും. 6 × 4 = 24 വരും. 24 ൽ നിന്ന് 20 പോയാൽ എത്രയാണ്, 4 വരും. അപ്പം 16 + 4 എന്ന് പറയുന്നത് എത്രയാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 20 ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 87ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 3 മണി 20 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ
സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് ചെയ്യാൻ ഉള്ള ഇക്വേഷൻ എന്താണ്? 30 hours മൈനസ് 11/2 മിനിറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഹവേഴ്സിനും മിനിറ്റിനും അവിടെ എന്താണ്? ഈ ഹവേഴ്സിൻ്റെ അവിടെ 3 മണിക്കൂറിന്, മിനിറ്റിൻ്റെ അവിടെ 20 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരും? 30 × 3 11/2 ഇൻറ്റു നമുക്ക് തന്നേക്കുന്നത് 20 മിനിറ്റ്സ് 40 ഇൻറ്റു 20 വരും. ഇത് ഒരു വെട്ടിപ്പോയിട്ട് 10 വരും. അപ്പോൾ എന്താ വരുന്നത്? 90 മൈനസ് 110 വരും. ചെയ്യുമ്പോൾ എത്ര? 20 മൈനസ് 20 എന്നാണ് വരുന്നത്. അപ്പോൾ ആംഗിൾ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ നെഗറ്റീവാണ്, ഇഗ്നോർ ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 5⁻x−1 ഇൻറ്റു 5³ ഇൻറ്റു 5² എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ആദ്യം നമുക്ക് എന്താണ്? 5³ എന്നുള്ള സംഭവത്തിന് ഇത് എക്സ്പോണൻറ്റ്, ഇത് പവറുമാണ്. അപ്പോൾ എക്സ്പോണൻറ്റ് ബേസ് എല്ലാം സെയിം ആണെങ്കിൽ മുകളിൽ കിടക്കുന്ന ജസ്റ്റ് ചുമ്മാ കൂട്ടി കഴിഞ്ഞാൽ മതി. ഇപ്പം ഇൻ കേസ് 5³ ഇൻറ്റു 5² ആണെങ്കിൽ എന്താണ്? 5⁻3+2 എത്രയാണ്? 7 ആണ് വരുന്നത്. സോറി, അതിനു മുമ്പ് എന്താണ്? ഈ 3125നെ എന്തെങ്കിലും 5ൻ്റെ പവറായിട്ട് എഴുതണം. അതായത് 5 എന്തോ ആണ് ഈ 3125, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? അതായത് 3125 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പം 5 6 are 30 വരും, 1 റിമൈൻഡർ, 5 2s are 10 വരും, 2 റിമൈൻഡർ, 5 5s are 25. ഒന്നും കൂടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 5 12s are 60 വരും, 2 റിമൈൻഡർ, 5 5s are 25, 125 കിട്ടും. ഇനി ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 125 ഡിവൈഡ് ബൈ 5 എത്ര? 25 വരും, 5 1 വരും. സോറി, 5 × 5 ചെയ്യുമ്പോൾ 25 വരും, 2 വരും. അപ്പോൾ 5 × എത്രയാണ്? 1 2 3 4 5. 5⁵5 ആണ് എൻ്റെ 3125 എന്ന് കിട്ടി. ഇനി ഈ തന്നേക്കുന്ന സാധനത്തിൽ ഞാൻ അങ്ങനെ തന്നെ എടുത്തെഴുതുക. അതായത് 5⁻x−1 ഇൻറ്റു 5⁻3 ഇൻറ്റു 5² എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 5⁵5 എന്ന് എഴുതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? 5³ ഇൻറ്റു 5² എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5⁵5 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇവിടെ എന്താണ്? ഈ താഴെ ബേസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് എന്താണ്? 3+2 എന്നുള്ളത് കൂട്ടിയിട്ട് 5 എന്ന് എഴുതാൻ പറ്റും. ഇപ്പം ഈ 3+2 ആണ് ഇവിടെ ഈ 5 ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇവിടെ എഴുതിയാൽ എന്തായിരുന്നു? അതായത് x−1 പ്ലസ് 3+2 എന്നുള്ളത് എന്താണ്? ഈ മുകളിൽ കിടക്കുന്ന 5 ആകും. ഇനി ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം 3 2 ഇവിടെ 5 വന്നു. അപ്പം ഈ 5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -5 ആവും. അപ്പം 5 - 5 എന്നുള്ള 0 ആവും. അപ്പം x−1 ഈക്വൽ ടു എന്താണ്? 0 ആവും. x ഈക്വൽ ടു എന്താണ്? 1 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം 89ാമത്തെ ചോദ്യം എന്താ ചോദിച്ചേക്കുന്നത്? 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, അതായത് ജോലി ഇൻറ്റു ആൾ ചെയ്യുമ്പോഴാണ് ടോട്ടൽ വർക്ക് കിട്ടുന്നത്. അപ്പം എത്രയാണ്? മൊത്തം 600 വർക്ക്സ് ഉണ്ട് ശരിക്കും. ഇനി ഈ 600 വർക്ക്സ് ആര് ചെയ്യണം? 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. എത്ര ആൾക്കാർ വേണമെങ്കിലും ആവാം. അപ്പം 600 ഈക്വൽ ടു 6 ദിവസം കൊണ്ട് എക്സ് ആൾക്കാരെ വെച്ച് ചെയ്യിക്കണം. ഈ എക്സ് ആണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് ഈക്വൽ ടു എടുക്കുമ്പോൾ എന്തായിരുന്നു? 600 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പം ആൻസർ 100 എന്ന് വരും. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് അങ്ങനൊരു ആൻസറെ കാണാൻ പറ്റുന്നില്ല.
അത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ശരിക്കും വായിച്ച് നോക്കിയാൽ അറിയാം. തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 60 പേരുണ്ടായിരുന്നു. ഇപ്പം 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര 100 പേര് വേണമെന്ന് മനസ്സിലായി. ഓൾറെഡി 60 പേരുണ്ടായിരുന്നു, ഇപ്പം ചെയ്യാൻ 100 പേര് വേണം. അപ്പം 60 പേരെ കൂട്ടാതെ അധികം എത്ര പേര് വേണം? 40 പേര് കൂടുതൽ വേണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങിയിട്ട് അയാൾ എത്ര രൂപയ്ക്ക് അത് വിൽക്കുന്നത്? 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 110 രൂപയുടെ സാധനം അയാൾ 132 രൂപയാണ് വിറ്റത്. ഇവിടെ ലാഭം എത്ര രൂപയാണ്? പ്ലസ് 22 രൂപയാണ് ലാഭം. അപ്പം ലാഭശതമാനം കാണാൻ ചെയ്യണ്ടേ? മൊത്തം കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. 110 × 100 ചെയ്താൽ മതി. 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ 220 ഡിവൈഡഡ് ബൈ എത്രയാണ്? 110 എന്ന് വരും. അല്ല, 220 ഡിവൈഡഡ് ബൈ 11 വരും. അപ്പം ഇതും വെട്ടുമ്പോൾ എത്രയാണ്? ഇത് 20 കിട്ടും. 11 × 20 ചെയ്യുമ്പോഴാണ് 220 വരുന്നത്. അപ്പം ആൻസർ എത്ര? 20% കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 91ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നേക്കുന്ന സീരീസിൻ്റെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ ഒന്നിൻ്റെ കൂടെ പുറകിലത്തെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ 2 കിട്ടിയത്. ഈ 2ൻ്റെ കൂടെ പുറകിൽ കിടക്കുന്ന സംഖ്യ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 3 കിട്ടിയത്. അടുത്ത സംഖ്യയായിട്ടുള്ള 3 കിട്ടിയത്. ആ 3ൻ്റെ കൂടെ തൊട്ട് പുറകിൽ കിടക്കുന്ന സംഖ്യ 2 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത സംഖ്യയായിട്ടുള്ള 5 കിട്ടിയത്. ആ 5-നൊപ്പം തൊട്ട് പുറകിൽ കിടക്കുന്ന സംഖ്യ 3 ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 8-നൊപ്പം തൊട്ട് പുറകിൽ കിടക്കുന്ന സംഖ്യ 5 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ്? 8 × 5 = 13 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ 92ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യം. സംഭവം ഒന്നുമില്ല. സ്റ്റാർ എന്നുള്ള എന്തോ ഒരു ഓപ്പറേഷനാണ്. അതായത് 3-നെയും 2-നെയും എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തു, റിസൾട്ടായിട്ട് 9 വന്നു. അതുപോലെ തന്നെ 4-നെയും 3-നെയും എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തു, അപ്പം 13 വന്നു. 5-നെയും 4-നെയും എന്തോ ഒരു ഫംഗ്ഷനിൽ കൂടെ കിടത്തി വിട്ടു, അപ്പോൾ എന്താണ്? 17 വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേഷൻ 6-നെയും 5-നെയും ചെയ്താൽ എന്താ കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താണ്? 3 ഓപ്പറേഷൻ 2 എന്ന് പറയുന്നത് 9 വരും. 4 ഓപ്പറേഷൻ 3 എന്ന് പറയുന്നത് 13 വരും. 5 ഓപ്പറേഷൻ 4 എന്ന് പറയുന്നത് എന്ത് വരും? 17 വരുന്ന വളരെ. ഇതിലെന്താണ്? കറക്റ്റായിട്ടൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നതാണ് ഇവിടെ എല്ലാം ഡിഫറൻസ് 4 ആണ്. അപ്പം 17-ഉം 4-ഉം കൂട്ടുമ്പോൾ 21 വരും എന്നാണ് പറയുന്നത്. അപ്പം 6 ഓപ്പറേഷൻ 5 ചെയ്യുമ്പം എന്താണ്? 21 വരും എന്നാണ് പറയുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്ന് തന്നെയാണ് 21 തന്നെയാണ് കറക്റ്റ് ആൻസർ കൊടുത്തേക്കുന്നത്. അപ്പം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 93ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എന്നിങ്ങനെ പോകുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നേക്കുന്ന ഏതോ ഒരു സംഭവം ഈ ശ്രേണി ഉൾപ്പെടാത്തൊരു സാധനമാണ്. നമുക്ക് ആദ്യം ഈ പാറ്റേൺ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പാറ്റേൺ നോക്കുമ്പോൾ എത്രയാണ്? ഇത് ഡിഫറൻസ് 3 വരും. ഇത് ഡിഫറൻസ് എത്രയാണ്? 5 വരും. ഈ ഡിഫറൻസ് 7 വരും. അപ്പോൾ ഇവിടെ പ്രൈം നമ്പറാണ് കൂടി പോകുന്നതെന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ്? അടുത്ത 11 കൂടുമ്പോൾ എത്രയാണ്? 28, 10, 38, 18, 10, 28, 29 വരും. 29, 10, 39, 39, 3, 42 വരും. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പാറ്റേൺ ശരിയല്ല. കാരണം എന്താണ്? ഇവിടെ അതിനിടയ്ക്ക് 38 വന്നു, അത് ഇവിടെ പാറ്റേണിൽ വന്നില്ല. 37 പാറ്റേണിൽ വന്നില്ല. ഈ എടുത്ത പാറ്റേൺ തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പം ഇത് വേറെ ഏതെങ്കിലും രീതി കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇപ്പം 3-നെ എന്താണ്? 3-നെ എനിക്ക് 1² + 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 6-നെ എന്താണ്? എനിക്ക് 2² + 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 3² + 2 എന്ന് എഴുതാൻ പറ്റും 11-നെ. അതുപോലെ 4² + 2 എന്ന്
എനിക്ക് 18 എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്പർ വരുന്നത് ഏതാ? 27 വരും. 5 സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് 27 വരും. 6 സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് 38 വരും. ആ 38 ഇവിടെ കറക്റ്റായിട്ടുണ്ട്. അടുത്ത 7 സ്ക്വയർ പ്ലസ് 2 49 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 51 വരും. അപ്പോൾ ഈ 51 ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഇനി 8 സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 64 2 66 ഇവിടെ ഓപ്ഷൻ സി കിടപ്പുണ്ട്. വരാത്ത ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഈ പുള്ളി ആദ്യം എന്താ 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചപ്പം കൺവെൻഷൻ എടുക്കുന്ന പോലെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ആദ്യം ഈ പുള്ളി എന്താണ് 7 കിലോമീറ്ററാണ് കിഴക്കോട്ട് സഞ്ചരിച്ചു. 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയി. ഇപ്പം ഇങ്ങോട്ട് സൗത്തിലേക്ക് 4 കിലോമീറ്റർ പോയി. ഇനി 7 ഇത് 4. അപ്പം അതിനുശേഷം അയാൾ എന്താണ് വലത്തേക്ക് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടെ പോയി. ചോദിച്ചേക്കുന്നുണ്ടാ ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആൻസർ എത്രയാ? ഈ ഒരു 4 കിലോമീറ്ററാണ് ഡിഫറൻസ് വരുന്നത്. 4 കിലോമീറ്റർ ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ്? 4 കിലോമീറ്റർ വടക്കുമുണ്ട്, 4 കിലോമീറ്റർ തെക്കുമുണ്ട്. 4 കിലോമീറ്റർ തെക്കാണ് ആൻസർ. സൗത്തിലേക്കാണ് അയാൾ 4 കിലോമീറ്റർ വന്നിരിക്കുന്നത്. ഇനി അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇത് നമ്മളോട് എന്താണ് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഏതാണ് ബോർഡ് മാസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ബ്രാക്കറ്റ് ഓഫും ഇല്ലാത്ത സ്ഥിതിക്ക് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്സ്ട്രാക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പം 8/4 എന്ന് പറയുന്നത് എത്ര? 2 ആണ്. അപ്പം 7 + 2 - 2 × 3 + 1. ഇനി അടുത്ത എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പം -2 × 3 എന്ന് പറയുന്നത് -6 ആണ്. അപ്പം 7 + 2 - 6 + 1 എന്ന് വരും. അപ്പം 7 നിന്ന് 6 പോയാൽ എത്രയാണ്? 1 വരും. 1 × 2 3, 3 1 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. നമുക്ക് 96ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് പ്രായമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എം എന്നും ജെ എന്നും എടുക്കാം. അപ്പം എം ആണ് അച്ഛൻ, ജെ ആണ് മകൻ. അപ്പോൾ 3 years ബിഫോറിലത്തെ കാര്യം പറയുമ്പം മകനേക്കാളും അച്ഛന് 4 മടങ്ങ് പ്രായമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ റേഷ്യോ 1:4 വരും. ഇനി 2 വർഷം കഴിയുമ്പോഴത്തെ കാര്യം പറയുന്നത് 2 വർഷം കഴിയുമ്പം മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. അപ്പോൾ ഇവിടുന്ന് +2 years കഴിയുമ്പം എന്താണ് 1:3 ആവും. 3 മടങ്ങാവുമെന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ പയ്യൻ്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് അറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഇല്ല. കാരണം എന്താണ് 3 വർഷം പുറകിലും 2 വർഷം മുമ്പിലും ഉള്ളൂ. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ജോണിൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാൻ എന്താണ് തൽക്കാലം നമുക്ക് 3 വർഷത്തെ മുമ്പത്തെ പ്രായം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ പോലെ. അപ്പം നമുക്ക് ബിഫോർ 3 years ജോണിൻ്റെ പ്രായം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബിഫോർ 3 yearsൻ്റെ അവിടുത്തെ ജോണിൻ്റെ റേഷ്യോ എടുക്കണം. അപ്പോൾ ഏതാ 1 വരും. അപ്പോൾ 1 ഇൻറ്റു ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ എത്രയാണ്? 3:1. അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. × 2 ഇൻറ്റു എത്രയാണ്? ഇവിടെ 3 years ബിഫോറും ഇവിടെ 2 years ആഫ്റ്ററും. അപ്പം മൊത്തം 3 2 5 years വരും. ഡിവൈഡഡ് ബൈ ഇനി 4 × 1 - 3 × 1 ചുമ്മാ ക്രോസ് ചെയ്യുക. അപ്പം 4 - 3 എന്ന് വരും. അപ്പം ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പ്രൊസീജിയർ അങ്ങ് ചെയ്താൽ മതി. കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് എന്താണ്? 3 years ബിഫോർ ജോണിൻ്റെ ഏജാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താവും? 4 - 3 എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര? 5 × 2 5 2 10 10 വയസ്സാവും. ജോണിന് 10 വയസ്സാവും 3 വർഷം മുമ്പ്. അപ്പം പ്രസൻറ്റിൽ എത്രയാവും? 13 വയസ്സാവും. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പം തെറ്റിപ്പോയോ?
ഓക്കെ, നമ്മളോട് മത്തായിയുടെ പ്രായം എത്രയാണ് ചോദിച്ചേക്കുന്നത്, അതായത് അച്ഛൻ്റെ പ്രായം എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. ഇവിടെ ഈ 1ൻ്റെ സ്ഥലത്ത് നമ്മൾ എന്താണ് 4 കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഈ 1 പോന്നു, എന്നിട്ട് ഈ നമ്മൾ 4 എടുക്കുന്നു. അപ്പം 4 × 2 × 5 വരും. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 8×5 40 എന്ന് വരും. അപ്പം 40 വയസ്സാണ് 3 വർഷം മുമ്പ്. അപ്പം പ്രസൻറ്റിലേക്ക് വരാൻ ആ 3 അങ്ങ് കൂട്ടണം. അപ്പം 43 വയസ്സാവും അറ്റ് പ്രസൻറ്റ് അച്ഛന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ് ഈ അച്ഛൻ്റെ പ്രായം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 3 കൂട്ടാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അച്ഛൻ്റെ പ്രായം 3 വർഷം മുമ്പത്തെ റേഷ്യോ എന്ന് പറയുന്നത് 4ആണ്. ആ 4 എടുത്ത് എഴുതി. ഇൻറ്റു ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ 3:1. അതിൻ്റെ ഡിഫറൻസ് 3-ൽ 1 2 ഇൻറ്റു എത്രയാണ്? ഇവിടെ 3 വർഷം പുറകിൽ, ഇവിടെ 2 വർഷം മുമ്പിലുമാണ്. അപ്പം 3 2 5 എന്ന് വരും. ഡിവൈഡഡ് ബൈ നേരെ ക്രോസ് ചെയ്യുക. 4 × 1 -3 × 1. 4 - 3 ഇത്രയും പോയിട്ട് ഇതാണ് 1 എന്ന് വരും. ഇവിടെ നമ്മൾ 3 വർഷം മുമ്പത്തെ റേഷ്യോ എടുത്തുകൊണ്ട് നമുക്ക് 40 എന്ന് കിട്ടുന്നത് എന്താണ്? 3 വർഷം മുമ്പത്തെ ഏജാണ്. അപ്പം അതിൻ്റെ കൂടെ +3 കൂട്ടിയാൽ 43 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്ലോക്കിൽ എന്താണ് 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി ഇടയിലെ കോണളവ് എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ എന്താണ്, ഒന്നുമില്ലെങ്കിൽ വരച്ച് നോക്കി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുക. 12 6 3 9 ഇതെല്ലാം ഇടയ്ക്കുള്ള എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തോളാം. 4 5 8 10 11 1 2. അപ്പം 4 മണി എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും സൂചി ഇരിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാവും സൂചി. അപ്പം ഇതിനിടയ്ക്കത്തെ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ ഇതിനിടയ്ക്ക് എത്രയാണ്? 30 ഡിഗ്രി വെച്ചാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 360 ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പം 12 ചെയ്യുമ്പോൾ, കാരണം ഇവിടെ 12 ഡിവിഷൻസ് ആണുള്ളത്. അപ്പം 360 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്രയാണ്? 30 വരും. അപ്പം ഇതിനിടയ്ക്ക് എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിയോളൂ. അപ്പം എത്രയാണ്? 1 2 3 4 ഡിവിഷൻ ഉണ്ട്. അപ്പം 4 × 30 ചെയ്യുമ്പോൾ എത്രയാണ്? 120 എന്ന് വരും. 120 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. പിന്നെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 98. അപ്പോൾ 3:12 = x:16 അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് ചെയ്യുന്നത്? 3:12 = x:16. അപ്പം 3:12 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/12 എന്ന് എഴുതാൻ പറ്റും. x/16 എഴുതാൻ പറ്റും. ഇതിനകത്ത് എക്സ് സോൾവ് ചെയ്താൽ മതി. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 60 × 3 = 12 × x എന്ന് വരും. അപ്പോൾ x എന്താണ്? ഡിവൈഡഡ് ബൈ 12 വരും. അപ്പോൾ ഇവിടെ 3 4s are 12. 4 60 കൂടെ കട്ട് ചെയ്ത് നോക്കുക, എത്ര? 15 വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 99ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇത് എന്തായിരിക്കും ചോദിച്ചിരിക്കും? ഒന്നുമില്ല, ആദ്യം ഇതെല്ലാം എടുത്തെഴുതുക. 6 3 2 8 4 എടുത്തെഴുതുക. അപ്പോൾ ആദ്യം തന്നെ ഡിവിഷനാണ് വന്നിരിക്കുന്നത്. ഡിവിഷന് പകരം മൈനസ് എഴുതുക. അതുപോലെ പ്ലസ്സിന് പകരം എന്താണ്? ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻറ്റു ഇടുക. അപ്പം ഇനി മൈനസിന് പകരം എന്താണ്? പ്ലസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ പ്ലസ് ഇടുക. ഇനി ഇൻറ്റുവിന് പകരം എന്താണ്? ഡിവിഷനാണ്. ഇനി ബോട്ട് മാസ് വെച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം സോൾവ് ചെയ്യാണ്ട് ഡിവിഷനാണ്. 8/4 എന്ന് പറയുന്നത് 4 വരും. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പം
ഇനി 3 × 2 6 വരും. 6 - 6 വെട്ടിപ്പോവും. ആൻസർ എത്രയാണ്? 4 ആണ് വരുന്നത്. വെട്ടിപ്പോയല്ലോ. 8/4 8/4 2 ആണ്. ഇവിടെ 8/4 എന്ന് പറയുന്നത് എന്താണ്? 2 വരും. പ്ലസ് 3 × 2 6 വരും. അപ്പോൾ 6 - 6 എന്ന് പറയുന്നത് എത്ര? 0. 2 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഇനി അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ആ സീരീസിൻ്റെ 9ാമത്തെ പദം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7 10 6 13 5 16 ഇപ്പം എത്രയാണ്? 1 2 3 4 5 6 7 8 9. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് 7 6 5. ഇനി അടുത്ത എന്താ? അപ്പം 4 വരും. 7ാമത്തെ പദം എന്ന് പറയുന്നത് 4 വരും. ഇനി ഇപ്പുറത്ത് നോക്കിയത് 13 16. ഇവിടെ എന്താ? ഓട്ടോമാറ്റിക്കലി 3 കൂടിയിട്ട് 19 വരും. ഇനിയാണ് നമുക്ക് വേണ്ട പദം ഏതാ? 9ാമത്തെ പദം. അതെങ്ങനെയാണ്? 4ൽ നിന്ന് അടുത്ത ഓൾട്ടർനേറ്റ് എടുത്താൽ മതി. 4ൽ നിന്ന് 1 കുറച്ചു എത്രയാണ്? 3. ഓപ്ഷൻ സി 3 ആണ് കറക്റ്റ് വരുന്നത്. ഇവിടെ എന്താണ്? നമ്മൾ മാത്സിലെ 20 ക്വസ്റ്റ്യൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.